ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഗീതജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. തുടർച്ചയായി 6ാമത്തെ വർഷമാണ് ഇവിടെ ഗീതജ്ഞാനയജ്ഞം നടക്കുന്നത്. കോഴിക്കോട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയെയാണ് യജ്ഞാചാര്യൻ. രാവിലെ സ്വാമിയെ ഗീതാശ്ലോകം ജപിച്ചുകൊണ്ട് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് MK ഉദയഭാനു അധ്യക്ഷനായ ചടങ്ങിന് അമൃത ജിഫിൻ സ്വാഗതം പറഞ്ഞു. കൊടുങ്ങല്ലൂർ ക്ഷേത്രമടികൾ ബ്രഹ്മശ്രീ സത്യധർമ്മനടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത വിദ്യാലയം അധ്യാപികയും ആധ്യാത്മിക ആചാര്യയുമായ ഷീല ടീച്ചർ, മാതൃസമിതി അധ്യക്ഷ സുരാഖി പ്രസാദ് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച ഇന്ദുലേഖ, ഡോക്ടർ VA അക്ഷയ, ഡോക്ടർ വൃന്ദ, ഡയാന ഷാജി എന്നിവരെ സ്വാമിജി അനുമോദിച്ചു. ധന്യ സെൽവകുമാർ നന്ദി പറഞ്ഞു. ബീന ജനാർദ്ദനൻ, സീന ഗിരീഷ്, പ്രമിത സജിത്, സുരേഷ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായി 7 ദിവസവും 10:30 മുതൽ 12 വരെയാണ് നടക്കുക. 16-ന് യജ്ഞം സമാപിക്കും. വിളങ്ങുന്ന ശ്രീ മഹാദേവന്റെ മണ്ണില് ഭഗവാന്റെ പാദത്തോട് ചേർന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ജ്ഞാനദാതാവായി ദക്ഷിണാമൂർത്തിയായി വിളങ്ങുന്ന ആ ഭാവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് 6ാമതും യജ്ഞം ഇവിടെ നടക്കുന്നത്. ജ്ഞാനദാനമാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ദാനം. അങ്ങനെ ഗീത ജ്ഞാന യജ്ഞം അവിടുത്തെ സങ്കല്പത്തില് ഇങ്ങനെ നടക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരിലും ഭഗവാന്റെ ആ ചൈതന്യം അംബത്വാമനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ നമോസ്തു ദേവ്യാസ വിശാലബുദ്ധേ മുല്ലാരവിന്ദായത പത്രനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ